ഹണി റോസ് മാത്രമല്ല, പൊതു ഇടത്ത് നിൽക്കുന്ന നിരവധി സ്ത്രീകളാണ് ദിവസേന സൈബർ ആക്രമണങ്ങൾക്ക് ഇരകളാകുന്നത്. അത്തരത്തിൽ തുടർച്ചയായ സൈബർ ബുള്ളിയിങ്ങിനും വ്യക്തി അധിക്ഷേപത്തിനും ഇരയായ വ്യക്തിയാണ് ചിന്ത ജെറോം. തുടക്കത്തിൽ തനിക്കും കുടുംബത്തിനും വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയിരുന്നതായി ചിന്ത പറയുന്നു. ദിലീപ് ദേവസ്യ ചിന്ത ജെറോമുമായി സംസാരിച്ചത് കാണാം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിട്ട ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. കുടിവെള്ളത്തിൽ പോലും അത് ബിയറാണെന്ന് പറഞ്ഞ് സൈബർ അറ്റാക്ക്, വാക്കുകൾ വളച്ചൊടിച്ചുകൊണ്ട് പൊതിച്ചോറാണെന്ന് പറഞ്ഞ് സൈബർ അറ്റാക്ക്, ജിമിക്കിയും കമ്മലിൻ്റെയും പേരിൽ സൈബർ അറ്റാക്ക്, അങ്ങനെ നിരവധി സൈബർ അറ്റാക്കുകൾ ഏറ്റുവാങ്ങിയ ചിന്തയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ചിന്ത, എങ്ങനെയാണ് ഇതിനെയൊക്കെ നേരിട്ടത്? എന്നെ സംബന്ധിച്ച് ആദ്യ കാലത്ത് കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് വലിയ മാനസിക പ്രയാസമായിരുന്നു. പിന്നീട് നമ്മുടെ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇതൊന്നും വ്യക്തിപരമായി എനിക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണമല്ല, മറിച്ച് ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തിനെതിരെ ഉണ്ടാകുന്നതാണ്. ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രവർത്തകയായി നിൽക്കുന്നതുകൊണ്ടും CPIMൻ്റെ പ്രവർത്തകയായി നിൽക്കുന്നതുകൊണ്ടുമാണ് ഇത്തരം ആരോപണങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഞാനത് ആ തരത്തിൽ ഉൾക്കൊള്ളുകയും ആ ഒരു രീതിയിൽ അതിനെ മാനസികമായി ഉൾക്കൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണ്. പക്ഷേ കേസ് കൊടുക്കേണ്ട സമയത്ത് കേസ് കൊടുത്തിട്ടുണ്ട്, നിയമപരമായി നേരിടേണ്ട ഘട്ടങ്ങളിൽ അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വെള്ളം കുടിച്ചപ്പം ആ കുപ്പി എടുത്തിട്ട് അത് ബിയറാണെന്ന് പറയുക. നിങ്ങളുടെ തന്നെ പരിപാടിയിലാണ്, ദിലീപ് ദൃസാക്ഷിയാണ്, അരുൺ ചേട്ട അവതരിപ്പിച്ച പരിപാടിയാണ്. അതിൽ പറഞ്ഞ വാചകത്തെ, പൊതിച്ചോറിനെ വളച്ചൊടിച്ചുകൊണ്ട് മരുന്നുണ്ടോ എന്ന് ചോദിച്ചു, മരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പൊതിച്ചോറുണ്ടല്ലോ എന്ന് പറഞ്ഞു എന്ന്. യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുത എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങളെന്നോ അവിടെ പോകുന്നവരാണ്, അവിടെ മരുന്നിന് ക്ഷാമമില്ല എന്ന് പറഞ്ഞ ബാക്കി ഭാഗങ്ങളൊന്നും പറയാതെ ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഇതൊക്കെ ബോധപൂർവമാണ്. അവരുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ വിലപ്പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം ജനങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്, പലരും അത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവർ പരാജയപ്പെട്ടു പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ കമൻറ്റുകൾ വായിച്ചിട്ട് മാനസികമായി വളരെ വിഷമം തോന്നിയ കമൻറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് സന്ദർഭങ്ങളിലുണ്ടായി. ഇത്തരം ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, അതിൽ വീട്ടുകാരെ ചേർക്കുന്നു, വീട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകൾ, അങ്ങനെ അത്തരം കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടോ? പിന്നെ നിരവധിയായിട്ട്. ഇതിപ്പോൾ എനിക്ക് മാത്രമല്ല, പൊതുരംഗത്ത് നിൽക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഇതേ ട്രോമ അനുഭവിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരാക്രമിക്കപ്പെടുന്നു. അവരുടെ രൂപത്തെ സംബന്ധിച്ച്, വേഷത്തെ സംബന്ധിച്ച്, നിറത്തെ സംബന്ധിച്ച്, ചിരിയെ സംബന്ധിച്ച് എല്ലാം ഞങ്ങൾക്ക് എന്തും പറയാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളൊരു തോന്നലിൽ ഒളിച്ചിരുന്നു കൊണ്ട് മുഖംമൂടി പ്രൊഫൈലുകളിലൂടെ വിദേശത്തിരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇത്തരം ഗ്രൂപ്പുകളിലൊക്കെ മോശപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പലരും അത് പരസ്പരം പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഓൺലൈൻ ചാനലുകൾ, അതിൽ എല്ലാവരെയും പറയുന്നില്ല, ഒരു ചുരുക്കം ചിലർ ഒരടിസ്ഥാനവുമില്ലാത്ത വാർത്തകൾ കൊടുക്കുകയാണ്. അതിൽ പ്രത്യേകിച്ചും അവരതിൻ്റെ ടൈറ്റിലായി തിരഞ്ഞെടുക്കുന്നതൊക്കെ കൂടുതൽ ആളുകൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുന്നതിന് വേണ്ടി അവർ സ്വീകരിക്കുന്ന ഒരു ബിസിനസ് തന്ത്രമാണ്. പക്ഷേ അത് അതിനകത്ത് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് എത്രമാത്രം പ്രയാസം ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് അവർ കണക്കാക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ക്യാമറ ആംഗിളുകളെക്കുറിച്ച് നമ്മുടെ യുവ താരങ്ങൾ എസ്സർ, അനിൽ, അനശ്വര ഒക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു മാനസികാവസ്ഥ, സമാനമായ മാനസിക സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പം അങ്ങനൊരു രീതി സ്വീകരിക്കുന്നത് ശരിയല്ല. എനിക്ക് ഏറ്റവും പ്രയാസം തോന്നിയത് SFIയുടെ രക്തസാക്ഷി അഭിമന്യു കൊല ചെയ്യപ്പെട്ട സമയത്ത് അതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടിൽ, ആ ഒരു പ്രയാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. സൗഹൃദം പൂക്കണ്ട കലാലയങ്ങളിൽ ഇത്തരം കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പൊതുവേ കേരളത്തിലെ ക്യാമ്പസുകളിൽ സമാധാന അന്തരീക്ഷമാണ്, എന്നാലും ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചെറുക്കപ്പെടേണ്ടതാണ്. ആദ്യത്തെ വരി കൂട്ടാതെ